എ ഡേ വിത്തൗട്ട് ലാഫ്റ്റർ ഈസ് എ ഡേ വേസ്റ്റഡ്. ഒരുപാട് വലിയ നടന്മാരും കലാകാരന്മാരും വന്നുപോയി. ഒരുപാട് സിനിമകളും കഥകളും ലോകം കണ്ടു. പക്ഷേ കാലങ്ങൾക്കപ്പുറം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ കുറ്റിമീശ വെച്ച മുഖം കലാലോകം മറന്നിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രംഗങ്ങളിൽ അദ്ദേഹം വരച്ചിട്ട പ്രകടനങ്ങൾ ഇന്നും ആവർത്തിച്ചാവർത്തിച്ച് കാണികൾ കാണുന്നു. സിനിമയുടെ ചരിത്രത്തിലെ ഒരാളല്ല ചാർലി ചാപ്ലിൻ. സിനിമയ്ക്ക് ചരിത്രമുണ്ടാക്കിയ മനുഷ്യനാണ് അയാൾ. വലിയ ഷൂവുകൾ ധരിച്ച്, ഇറുകിയ കോട്ടും ലൂസ് പാൻറ്റും ധരിച്ച്, കയ്യിലൊരു വടിയും കറുത്ത തൊപ്പിയും ട്രേഡ് മാർക്കാക്കി മാറ്റിയ ആ വലിയ മനുഷ്യന്റെ പ്രചോദിപ്പിക്കുന്ന ജീവിതം. ചിരികൾക്കും കയ്യടികൾക്കും പിറകിൽ കണ്ണീരിന്റെ നനവുകളുള്ള കാഴ്ചകളും നമ്മൾ അറിയണം. വിങ്സ് ഓഫ് ഫയർ, ലോകത്തെ പ്രചോദിപ്പിച്ച മനുഷ്യരുടെ കഥ. ചാർലിയുടെ പിതാവിന് അവന്റെ ജീവിതത്തിൽ വലിയ പങ്കില്ലായിരുന്നു. മദ്യപാനത്തോടായിരുന്നു കുടുംബത്തേക്കാൾ ആ പിതാവിന് അടുപ്പം. അമ്മ ഒരു തിയേറ്റർ പെർഫോമർ ആയിരുന്നു. വീട്ടിൽ മകനെ ചിരിപ്പിക്കാൻ അവൾ പലപ്പോഴും ചെറിയ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഈ അമ്മയാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദാരിദ്ര്യം അലട്ടിയപ്പോഴും ആ വീട്ടിൽ തമാശകളും പൊട്ടിച്ചിരികളും നിറഞ്ഞു നിന്നു. അതും ആ അമ്മയുടെ കഴിവ് തന്നെ. വൈകാതെ പിതാവ് മരണമടഞ്ഞു. കൊച്ചു ചാർലിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഒരു നിമിഷത്തെ ധൈര്യമാണ്. മൈ ഓട്ടോബയോഗ്രഫി എന്ന ആത്മകഥയിൽ ചാർലി ചാപ്ലിൻ ആ സംഭവം ഓർത്തെടുക്കുന്നുണ്ട്. 5 വയസ്സ് മാത്രമുള്ള ചാർലി തൻ്റെ അമ്മയോടൊപ്പം തിയേറ്ററിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം സ്റ്റേജിൽ ഒരു സംഗീതം ആലപിച്ച് പെർഫോം ചെയ്യുകയാണ് ചാർലിയുടെ അമ്മ. കൊച്ചു ചാർലി സൈഡ് കർട്ടനുകൾക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ അമ്മയുടെ ശബ്ദം ഇടറുന്നത് അവൻ കേട്ടു. അവരുടെ സംഗീതം മുറിഞ്ഞു പോകാൻ തുടങ്ങി. കാണികൾ കളിയാക്കി ചിരിക്കാനും കൂക്കി വിളിക്കാനും തുടങ്ങി. ഹന്ന ചാപ്ലിൻ സ്റ്റേജ് വിട്ടു പോകും വരെ ഇത് തുടർന്നു. സ്റ്റേജിന് പുറത്തിറങ്ങിയ അമ്മ സ്റ്റേജ് മാനേജറിനോട് നിർബന്ധം പിടിച്ചു, തനിക്ക് പകരം ചാർലിയെ സ്റ്റേജിൽ കയറ്റണം. ചാർലിക്ക് ഭയമുണ്ടായിരുന്നെങ്കിലും ഒരു നിമിഷം ധൈര്യം സംഭരിക്കാൻ ചാർലി തീരുമാനിച്ചു. അങ്ങനെ ആ ചെറിയ പയ്യനെയും കൊണ്ട് സ്റ്റേജ് മാനേജർ അകത്തേക്ക് പ്രവേശിച്ചു. കാണികൾക്ക് മുമ്പിൽ നിന്ന് ചാർലിയെ പരിചയപ്പെടുത്തി ഒരു വിശദീകരണം നൽകി. താമസിപ്പിക്കാതെ ചാർലി പ്രകടനം ആരംഭിച്ചു. അവൻ തനിക്കറിയാവുന്നതുപോലെ സംഗീതം ആലപിക്കാൻ തുടങ്ങി. കാണികൾക്ക് അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവർ ആർപ്പ് വിളിക്കാനും നാണയങ്ങളും നോട്ടുകളും അവന് പ്രോത്സാഹനമായി സ്റ്റേജിലേക്ക് എറിയാനും തുടങ്ങി. പെട്ടെന്ന് ചാർലി പാട്ട് നിർത്തി. പാട്ട് തുടരും മുമ്പ് എനിക്ക് ഈ നാണയങ്ങൾ പറക്കിയെടുക്കണം. ചാർലി അത് പറഞ്ഞപ്പോൾ സദസ്സ് മുഴുവൻ പൊട്ടിച്ചിരിച്ചു. ചിരിയും സംഗീതവും കൊണ്ട് അവൻ കാണികളെ പിടിച്ചിരുത്തി. ഒരു തുവാലയും പിടിച്ച് നാണയങ്ങൾ പെറുക്കാൻ അവനെ സഹായിക്കാൻ സ്റ്റേജ് മാനേജറും അകത്തോട്ട് ചെന്നു. അതായിരുന്നു തുടക്കം. ചാർലി എഴുതുന്നുണ്ട്, ദാറ്റ് നൈറ്റ് വാസ് മൈ ഫസ്റ്റ് അപ്പിയറൻസ് ആൻഡ് മൈ മദേഴ്സ് ലാസ്റ്റ്. എൻ്റെ ആദ്യത്തെ പ്രകടനവും എൻ്റെ അമ്മയുടെ അവസാനത്തെ പ്രകടനവും അതായിരുന്നു. അന്ന് ആ ശബ്ദം ഇടറിയത് അമ്മയുടെ രോഗാവസ്ഥയുടെ പ്രകടമായ അടയാളം കൂടിയായിരുന്നു. അവൾ രോഗിണിയായി. ചാർലിയും സഹോദരങ്ങളും ഓർഫനേജുകളിലും മറ്റും അഭയം തേടി. 14-ാമത്തെ വയസ്സിൽ അവനും സഹോദരനും തെരുവുകളിൽ പ്രകടനം നടത്തി മുന്നോട്ടു പോയി. പക്ഷേ അമ്മയുടെ രോഗം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. തൻ്റെ ജീവിതത്തിലെ വേദനകളെയും കണ്ണീരിനെയും തമാശകൾക്ക് പിന്നിൽ മറച്ചു പിടിക്കാൻ ചാർലി ഒരു തീരുമാനമെടുത്തു. സ്റ്റേജിലെ പ്രകടനങ്ങളിൽ നിന്ന് അധികം വൈകാതെ ചാർലി സിനിമയുടെ ലോകത്തേക്ക് ചുവടുവെച്ചു. സിനിമയിൽ ശബ്ദം ഉപയോഗിച്ചു തുടങ്ങിയിരുന്നെങ്കിലും ചാർലിക്ക് ചിരിപ്പിക്കാൻ സംഭാഷണങ്ങൾ ആവശ്യമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിശബ്ദത അത്ര ആഴമുള്ളതായിരുന്നു. വാക്കുകളില്ലാതെ അദ്ദേഹം അഭിനയം കൊണ്ട് മായാജാലം സൃഷ്ടിച്ചു. വേദനകളെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ ചാർലിക്ക് ലോകത്തിൽ പുഞ്ചിരി വിതയ്ക്കണം, കാണികളെ സന്തോഷിപ്പിക്കണം എന്നതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. തൻ്റെ സിനിമകൾ ആളുകളെ സ്നേഹിക്കാൻ പ്രചോദിപ്പിക്കണം, നല്ല മനുഷ്യരാവാൻ പ്രചോദിപ്പിക്കണം, ലോകത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം സൃഷ്ടിക്കണം. ഇതായിരുന്നു ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. ലോകത്തിൽ നിന്നും വെറുപ്പെന്ന വിഷം നീങ്ങണമെന്നതായിരുന്നു ചാർലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹം പറയും, വി ഓൾ വാണ്ട് ടു ഹെൽപ്പ് വൺ അനദർ. ഹ്യൂമൻ ബീങ്സ് ആർ ലൈക്ക് ദാറ്റ്. വി വാണ്ട് ടു ലീവ് ബൈ ഈച്ച് അതേഴ്സ് ഹാപ്പിനെസ്, നോട്ട് ബൈ ഈച്ച് അതേഴ്സ് മിസറി. 88-ാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിൻ ലോകത്തോട് വിട പറയുമ്പോൾ റേനെ ക്ലെയർ എന്ന ഫ്രഞ്ച് സിനിമകളുടെ നിർമ്മാതാവ് പറഞ്ഞു, എല്ലാ കാലങ്ങളിലും ലോകം കണ്ടിട്ടുള്ള സിനിമയുടെ സ്മാരകമായി ഈ മനുഷ്യൻ നിൽക്കും. സിനിമ മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ചാർലി ചാപ്ലിൻ. തൻ്റെ വേദനകളെയും ദുരിതങ്ങളെയും നേരിട്ട് തൻ്റെ സഹജീവികളിലാരും കണ്ണീരൊഴുക്കുന്നത് താങ്ങാനാവാത്ത വിധം ഹൃദയം തുറന്നിട്ട മനുഷ്യൻ. നമ്മുടെ സ്വാർത്ഥതകൾക്ക് പുറത്തിറങ്ങാൻ, പ്രതിഭകളെ പുറത്തെടുക്കാൻ, ലോകത്തിൽ സന്തോഷം വിതയ്ക്കാൻ നമ്മളെ വെല്ലുവിളിക്കുകയാണ് ആ മനുഷ്യൻ.